ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് കോട്ടയം ജില്ല കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകം അങ്ങനെയാണ് അവർ പറയുന്നത്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ലോഡ്ജിൻ്റെ ഉടമയും വ്യവസായ പ്രമുഖനുമായിട്ടുള്ള വിജയകുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയുടെയും മരണവാർത്ത ഇപ്പോൾ വലിയ പ്രസിദ്ധമായിട്ടുള്ളൊരു കേസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ വ്യവസായം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വീട് കാര്യങ്ങളെല്ലാം വളരെയധികം സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരുപാട് CCTVയുടെ ഫുൾ അകമ്പടിയോടുകൂടി നിൽക്കുന്ന ഒരു വീട്ടിൽ എങ്ങനെ രാത്രി ഇത്തരം ഒരു കൊലപാതകം നടന്നു എന്നുള്ളതാണ് നമ്മളെ ആശ്ചര്യപ്പെടുന്നത്. ഇദ്ദേഹം ഈ പറയുന്ന വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗൗതം എന്ന് പറയുന്ന വ്യക്തി 2017 ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തൻ്റെ മകൻ സ്വമേധയാ മരിച്ചതല്ല, അതിലൊരു കൊലപാതക കാരണമുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം കോടതിയെ സമീപിച്ച് കോടതി അത് പരിശോധിച്ചതിന് ശേഷം ഇതിലൊരു ദുരൂഹ സാഹചര്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഒരു CBI അന്വേഷണം വേണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സമയഘട്ടത്തിലാണ് ഇത്തരം ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. ഈ കൊലപാതകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊലപാതകവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കൊലപാതകം എന്ന് സംശയിക്കുന്ന ഒരു മരണത്തോടും ഈ ഒരു കൊലപാതകത്തോടും തമ്മിൽ സാദൃശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ പോലീസും ഉറ്റുനോക്കുന്നത്. പ്രതിസ്ഥാനത്തേക്ക് ഉള്ള ആളെ ഏകദേശ രൂപധാരണ ഉണ്ടെങ്കിലും അത് ഒരു ആസാം സ്വദേശിയുടെ പേരിൽ കെട്ടിവെക്കുകയാണോ എന്നുള്ള ഒരുപാട് സംശയത്തിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ നിഴലുകൾ അതിങ്ങനെ പ്രതിപാദിച്ച് വരുന്നുണ്ട്. എന്നാൽ നമ്മൾക്കറിയേണ്ട വിഷയം എന്തെന്നാണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രതിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുമോ എന്നുള്ള ഒരു സംശയം നമ്മൾക്കിതിൽ വരുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ശ്യാം സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ കേട്ടാൽ നമുക്കൊരു രൂപം പിടികിട്ടും. ഈ ഗൗതത്തിൻ്റെ വണ്ടി കടന്നത് പിന്നെ നമ്മുടെ കാരിത്താസ് ആശുപത്രിയുടെ അവിടെ. കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് അവിടെ ഒരു ബാറുണ്ട്. അതും കഴിഞ്ഞ് ഒരു 200 മീറ്റർ മാറിയാണ് ഈ കാർ കിടക്കുന്നത്. ഈ കാർ നിറയെ രക്തമായിരുന്നു. ഇപ്പൊ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാറിലാണ് ബോഡി കിടന്നത്. കാറിലല്ല. കാരിത്താസ് ആശുപത്രിയുടെ പുറകുവശത്ത് അവിടെ ഒരു റെയിൽവേ ക്രോസിന്റെ സൈഡിൽ പിന്നെ ട്രാക്കിലല്ല കിടക്കുന്നത്, ട്രാക്കിന് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കാറിൽ വെച്ച് തന്നെ മാരകമായ പരിക്ക് ഇദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ട്. അങ്ങനെ ഒരാൾക്ക് കാറിൽ നിന്ന് ഇറങ്ങി 200 മീറ്റർ അകലെ പോക്ക് നടക്കില്ല. ഈ കഴുത്തിലുള്ള മുറിവ് നല്ല മാരകമായിട്ടുള്ള മുറിവാണ്. അപ്പോൾ ഇദ്ദേഹം 2017 ജൂൺ 2-ാം തീയതിയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു സുഹൃത്ത് വിളിച്ചു, ഞാൻ ആ സുഹൃത്തിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വൈകിട്ട് ഇറങ്ങിപ്പോവുകയാണ്. വൈകിട്ട് ഇറങ്ങിപ്പോയ അദ്ദേഹം രാത്രിയിൽ ഈ മീരയെ വിളിച്ചിട്ടുണ്ട്. അമ്മയെ വിളിച്ചിട്ട് ഭക്ഷണം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണോ ഞാനെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞ് വേണ്ട, ഇവിടെ ഉണ്ട് എന്ന് മറുപടി ഈ അമ്മ നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഇതുപോലെ പിന്നെ പിറ്റേ ദിവസവും ഇദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ ഇവർ ജൂൺ 3-ാം തീയതി രാവിലെ മാൻ മിസ്സിംഗ് കേസ് ഇതിൽ കൊടുത്തു. ആ മാൻ മിസ്സിംഗ് കേസിൽ അന്വേഷണം നടക്കവെയാണ് കാരിത്താസ് ആശുപത്രിയുടെ പുറകുവശത്തായിട്ട് റെയിൽവേ ക്രോസിൻ്റെ അവിടെ ഒരു പിന്നെ ഈ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ് ബോഡി കാണുന്നത്. അങ്ങനെ ഒരാൾ അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. അതീവ ദുരൂഹമാണ് ഈ ഗൗതത്തിൻ്റെ മരണം. അതായത് രക്തക്കറയല്ല ഉണ്ടായിരുന്നത്, മൊത്തം രക്തമായിരുന്നു. രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു. ഈ ബോഡി ആരോ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ നിലയിലായിരുന്നു, കൊണ്ടുവന്ന് ട്രാക്കിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയതുപോലായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ രാവിലെ, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയിൽ നമ്മുടെ ട്രിവാൻഡ്രം യൂണിറ്റ് FIR ഇട്ടു, CBIയുടെ ട്രിവാൻഡ്രം യൂണിറ്റ്. ഈ ഹൈക്കോടതി പറയുന്നത് ഗൗതത്തിൻ്റെ മരണം ഒരാളെ അങ്ങനെ അത്രയധികം മുറിവ് ഏൽപ്പിച്ച ശേഷം ഒരാൾ അവിടെ നിന്ന് 200 കിലോമീറ്ററിലധികം 200 മീറ്ററിലധികം നടന്നു പോയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇതിൽ പിന്നെ CBIക്ക് വിട്ടത് ഈ കേസ്. 2017 ഈ മരണം ഉണ്ടാകുന്നു. 2019 ഇദ്ദേഹം വിജയകുമാർ പിന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതായത് കാറിൽ വെച്ച് കഴുത്തിന് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുള്ള ഈ ഗൗതം എന്ന് പറയുന്ന ആൾ 200 മീറ്ററോളം നടന്ന് അവിടെ ചെന്ന് റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്ത് പോയി ചെന്ന് ഇരിക്കുക എന്ന് പറയുന്നത്
അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള രൂപത്തിലാണ് ഹൈക്കോടതി ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശംസാർ പറഞ്ഞതുപോലെ ഒരു CBI ഉത്തരവിനുള്ള രൂപത്തിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഒന്നുകൂടി കേൾക്കണം. ഇപ്പോഴും അവിടുത്തെ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വലിയ മതിൽക്കെട്ടാണ്. വലിയ മതിൽക്കെട്ട്, ചുറ്റുപാടും വലിയ മതിൽക്കെട്ടുണ്ട്, വലിയ ഗേറ്റാണ്. ഇതിൻ്റെ CCTV ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്, അതായത് മൊത്തം റൗണ്ട് ചെയ്ത് CCTV വെച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയിലാണ് ഈ വീടുള്ളത്. ഇവിടെ 2 നായ്ക്കളുണ്ട്. പിന്നെ ഈ വീടിൻ്റെ പുറകുവശത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഈ ഔട്ട് ഹൗസിൽ ഇവരുടെ ഒരു കാര്യസ്ഥനായിട്ടുള്ളൊരു പ്രായമുള്ള മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്ത് മതിലിൻ്റെ ഒരു പുറകുഭാഗത്തായിട്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ പുറകുഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റിൽ ആർക്കും ചവിട്ടി കയറാൻ പറ്റും. അതിൻ്റെ ഈ കമ്പി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതായത് സാധാ ഒരു ഗേറ്റ് പോലെ ഫുള്ള് മൂടിയായി വെച്ചിരിക്കുകയല്ല, ഇത് ചവിട്ടി കയറാൻ പറ്റും. ചവിട്ടി കയറാൻ സാധിക്കും ഇതിൽ കൂടെ. ആ ഭാഗത്ത് അമിത് എന്ന് ഇപ്പോൾ പേര് എഴുതി വെച്ചിരിക്കുന്നു. ഗേറ്റിന്റെ സൈഡിൽ മതിലില്ല, അതായത് ഇത് വെള്ളയും നീലയും നിറഞ്ഞ കലർന്ന നിറത്തിലാണ് ഇതുള്ളത്. അവിടെ അമിത് എന്ന് നമ്മുടെ മറ്റേ ഈ കോമ്പസ് പോലൊക്കെ എഴുതില്ലേ, പെയിന്റിലല്ല, കത്തി പോലുള്ള വസ്തു വെച്ച് അമിത് എന്ന് പേര് എഴുതി വെച്ചിരിക്കുന്നു. ഈ അമിത് എന്നുള്ള പേര് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമിത് എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശി ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ഐഫോണും അതുപോലെ തന്നെ ഒരു 25,000 രൂപയും നഷ്ടപ്പെട്ട ഒരു കേസിൽ സംശയം തോന്നിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഈ വിജയകുമാർ എന്ന് പറയുന്ന ആൾ ഒരു കേസ് കൊടുത്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കപ്പെടുകയും അദ്ദേഹം അങ്ങനെ അത് മോഷ്ടിക്കുകയും ചെയ്തതിൻ്റെ ആ ഒരു സംഭവത്തിൽ ഇദ്ദേഹത്തിനെ 6 മാസത്തോളം ജയിലിൽ അടയ്ക്കുകയും അതിനുശേഷം പിന്നീട് പുറത്തു വന്നതിന് ശേഷം ഇദ്ദേഹം ഇവിടെ വന്ന് ഇവരുടെ വീട്ടിൽ വന്ന് ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാക്കി. വാർഡ് മെമ്പറും ഇവരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ അമിത്തിനെ ഒഴിവാക്കി പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാലോ, ഒരുപാട് ബംഗാളികൾക്ക് അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തലയിൽ വെച്ച് കെട്ടിയാൽ ഈ സംഭവങ്ങളൊന്നും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നുള്ള ഒരു ചെറിയൊരു ധാരണ മൊത്തത്തിൽ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു രീതിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് വന്നപ്പോൾ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പേര് അങ്ങനെ എഴുതി വെച്ചിട്ട് അയാളുടെ മേൽ വെച്ച് കെട്ടി വെക്കുന്നതാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഒരു സംശയമാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ ഗൗതത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ അമിത് അവിടെ വരുന്നത്. അപ്പം ഗൗതത്തിൻ്റെ മരണത്തിൽ അമിതുമായി ബന്ധമില്ല. അതെങ്ങനെ ഉണ്ടാവും? 2017 ഗൗതം മരിക്കുന്നത്. ഇയാൾ വരുന്നത് 2023 2023 വന്ന ഇയാളെ 2024 പകുതിയോടുകൂടി ഇവർ പറഞ്ഞു വിട്ടു. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാൾക്ക് പകയുണ്ട് എന്ന് മറ്റൊരാൾ അറിയുന്നു. നമ്മളോട് ഒരാൾക്ക് പകയുണ്ട്. ഇപ്പം എന്നെ വകവരുത്താൻ ഒരാൾ ഉദ്ദേശിക്കുന്നു, അയാൾ അറിയുന്നു എന്നോട് വേറൊരാൾക്ക് പകയുണ്ട്. അയാൾ പരസ്യമായി വന്ന് അടി ഉണ്ടാക്കിയിട്ട് പോയി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്നോട് ശരിക്കും എന്നെ വകവരുത്താൻ ഇരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അയാളുടെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയിൽ ഒരു ക്രൈം ഉണ്ടാക്കി വെക്കാം. ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ ഒന്നുകിൽ അവൻ മനഃപൂർവ്വം അത് ചെയ്തു, അല്ലെങ്കിൽ അവന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വേറൊരാൾ ഈ ക്രൈം ചെയ്തു. അവൻ ഒറ്റയ്ക്ക് ക്രൈം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ബോഡിയിലും വസ്ത്രം, ഒരു തുണി പോലും ഇല്ല, പൂർണ്ണമായി നഗ്നമാക്കിയിരിക്കുകയാണ്. ഇത് കയറി ചെല്ലുന്നിടത്താണ് വിജയകുമാറിൻ്റെ ബോഡി കിടക്കുന്നത്. പിന്നെ ബെഡ്റൂമിലാണ് മീരയുടെ ബോഡി കിടക്കുന്നത്. രണ്ടും മുഖം വെട്ടി പൊളർന്നിരിക്കുക. മുഖം കോടാലി കൊണ്ട് വെട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുക. ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോഴും അവർ പറയുന്നത്, കോട്ടയം ജില്ല കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ക്രൂരമായ കൊലപാതകം അങ്ങനെയാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഗൗതത്തിൻ്റെ കേസിൽ ഇത്രയധികം ദുരൂഹത ഉണ്ടെന്നിരിക്കെ ആ കേസിൽ FIR ഇട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും തെളിയിക്കാൻ പറ്റാത്ത കേസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബംഗാളിയുടെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തല വെച്ച് കൊടുക്കും. ഒരുപാട് കേസ് കിട്ടും അങ്ങനെ. കാര്യം ആരും ചോദിക്കാൻ വരില്ല. ആരും ചോദിക്കാനോ ഇതിനകത്തൊരു ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു വിഷയം വരത്തില്ല. അവന് വേണ്ടി ചോദിക്കാനും പറയാനും മനുഷ്യാവകാശം ഒന്നും പറഞ്ഞ ആരും വരാത്തില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അവനല്ലെന്നല്ല പറയുന്നത്. 2 രീതിയിൽ ഇത് സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സാധ്യതകളും പറയുന്നത്. നമ്മളതിൻ്റെ എല്ലാ വശവും പറയുകയാണ്. ഇപ്പം നാളെ പോലീസ് ഒരു FIR ഇട്ട് ഈ പറയുന്ന പോലെ അസാമിയാണ് ഇത് ചെയ്തു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും പിന്നെ കോടതി അടക്കം കോടതിയിൽ ചെല്ലുന്നതും ഈ പേപ്പറല്ല ചെല്ലത്തുള്ളൂ. ഇവർ എഴുതി വെക്കുന്നതും. ഇവിടെ പിന്നെ മുമ്പ് ഒരു കേസിൽ ചെരുപ്പ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ചെരുപ്പ് കൊണ്ടുപോയിട്ട് കൊടുത്തു. തെളിവ് ഉണ്ടാക്കി കൊടുത്തു. പോലീസ് തന്നെ വളരെ പ്ലാൻഡായിട്ട് തെളിവ് ഉണ്ടാക്കി കൊടുത്തു. ഈ പറയുന്ന പയ്യൻ മരിച്ചതും ഇതുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇത് തമ്മിൽ തെളിവ് ഉണ്ടാക്കരുത്, തെളിവ് ഉണ്ടാക്കിയെടുത്ത് കാട്ടിക്കൂട്ടരുത്. അപ്പം ഇതുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരു ബംഗാളിക്ക് അല്ല മറ്റേ ഒരു ആസാമിക്ക് പകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് അവൻ്റെ മുടിയും പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടിട്ട് അവനെ കൊണ്ട് ഭിത്തിയിൽ 2-3 പ്രാവശ്യം ടച്ചും ചെയ്യിച്ച് ബോഡിയിലും ടച്ച് ചെയ്യിച്ച് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ആ കോടാലിയിലും ടച്ച് ചെയ്താൽ അവൻ പ്രതിയാവും. അവനാണെങ്കിൽ അവനെ പൂട്ടണം. അവനാണെങ്കിൽ അവൻ ഇത്രയും പകയുള്ള ഒരുത്തൻ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ അവനല്ലെങ്കിൽ അവനെ തലയിൽ കെട്ടിവെക്കാനും പാടില്ല. അതിന് 2 വശവും പരിശോധിക്കണം. തീർച്ചയായും ഇപ്പോഴും ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാഥമിക നിഗമനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എങ്കിലും ഈ കേസ് പോകുന്നത് അവന്റെ തലയിലോട്ട് തന്നെയാണ്. എന്തായാലും ആസാം സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ പിന്നിലേക്കാണ് ഇതിന്റെ അന്വേഷണങ്ങൾ പോകുന്നത്. നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അത് പിടിക്കപ്പെടണം, അവൻ പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷേ അല്ലെങ്കിൽ ഒരു മകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ മരണവുമായി ബന്ധപ്പെട്ട് സ്വന്തം പിതാവ് തന്നെ ഹൈക്കോടതിയിൽ ഒരു CBI അന്വേഷണത്തിൻ്റെ ഉത്തരവിലേക്ക് കിട്ടി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ അതിൻ്റെ പിന്നിലുള്ള കണ്ണികളെ കണ്ടുപിടിക്കുക തന്നെ വേണം. സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം. അതുമാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ദുരൂഹതകൾ പുറത്തു വരും എന്നുള്ള ശുഭവിശ്വാസത്തോടു കൂടിയാണ് നമ്മളെല്ലാ മലയാളികളും ഇരിക്കുന്നത്. ഒരു അച്ഛനും അമ്മയ്ക്കും മകൻ നഷ്ടപ്പെട്ട തീരാ ദുഃഖത്തിൽ നിന്നും ഒരു നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജീവനെടുത്ത ആ കൊലക്കൊമ്പന്മാരാരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുന്നിൽ വരും, അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ദൃഢ നിശ്ചയത്തോടു കൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും.